Good morning, students. Today we continue the chapter 11 building materials. Now we learn aggregates. Aggregate are the inert or chemically inactive materials which form the bulk of cement concrete. Aggregate are the inert or chemically inactive materials which form the bulk of the cement concrete. Aggregate എന്ന് പറയുന്നത് അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥങ്ങളാണ്. അതേസമയം കോൺക്രീറ്റിൽ സിമെന്റ് കോൺക്രീറ്റിൽ ബൾക്കിംഗ് നൽകാൻ വേണ്ടി, അതായത് ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടി, ക്വാണ്ടിറ്റി കൂടുന്നതോടെ ഉറപ്പ് കൂടും. എന്നാലും സിമെന്റ് ബൈൻഡിങ് നടത്തുന്ന സമയത്ത് അതിന്റെ ബൾക്ക്നെസ് കൂട്ടാൻ വേണ്ടി, അതിന്റെ അളവുകൾ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ അഗ്രിഗേറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്: ഫൈൻ അഗ്രിഗേറ്റ്സ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ്സ്. അഗ്രിഗേറ്റ്സിനെ രണ്ട് തരത്തില് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫൈൻ അഗ്രിഗേറ്റ് എന്നും മറ്റൊന്ന് കോഴ്സ് അഗ്രിഗേറ്റ് എന്നും. The aggregates to be used for cement concrete work should be hard, durable and clean. സിമെന്റ് കോൺക്രീറ്റ് വർക്കിന് ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ്സ് എല്ലാം എന്തായിരിക്കണം? നല്ല ഹാർഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഡ്യൂറബിൾ ആയിരിക്കണം, ലാസ്റ്റ് ചെയ്തതായിരിക്കണം, അതുപോലെ ക്ലീൻ ആയിരിക്കണം. അതിൽ മാലിന്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല കഠിനമായതായിരിക്കണം, നന്നായിട്ട് കാലങ്ങളിൽ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കണം, അതുപോലെ തന്നെ നന്നായി ക്ലീൻ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റ്. The material below 4.75 mm size is termed as fine aggregate. The materials for the concrete below concrete or plastering below 4.75 mm. The grain size of the aggregate is below 4.75 mm is known as or termed as fine aggregate. ഫൈൻ അഗ്രിഗേറ്റിന്റെ ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത് 4.75 സെന്റിമീറ്ററിൽ മില്ലിമീറ്ററിൽ താഴെ ആയിരിക്കണം. അത് ഒരു സീവ് ഉണ്ട്, 4.75 mm സീവിൽ കൂടെ കടന്നു പോകുന്നതായിരിക്കണം ഏത് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. 4.75 mm എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റ് അല്ല, അതില് താഴെയുള്ളതാണ് നമ്മൾ പറയുന്ന ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോഴ്സ് അഗ്രിഗേറ്റ്. The material whose particles are of size retained on IS sieve number 4.75 mm is termed as coarse aggregate. Maximum size may be 75 mm. The nature of work decides the maximum size of the coarse aggregate. The material whose particles are of size retained on IS sieve number 4.75 mm is termed as coarse aggregate. അതായത് IS sieve number 4.75 mm, IS sieve number 4.75 mm എന്ന് പറയുന്നത് കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. അതിന് ബിലോ വരുന്നതാണ് ഫൈൻ അഗ്രിഗേറ്റ്. അപ്പോ ഈ IS sieve എന്ന് പറയുന്നത് നമ്മുടെ അഗ്രിഗേറ്റ് ഫിൽട്ടർ തരിക്കുന്ന തരിപ്പയാണ്. അതിന്റെ നമ്പർ എന്ന് പറയുന്നത് 4.75 mm. അതിൽ നിന്നും താഴേക്ക് പോവാതെ തരിക്കുന്ന സമയത്ത് അതിന് താഴേക്ക് അതിൽ നിലനിൽക്കുന്ന അതിന് മുകളിലുള്ള സൈസുകളുള്ളതാണ് ഏത് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അതൊരിക്കലും 4.75 mm താഴേക്ക് പോകത്തില്ല. അപ്പോൾ 4.75 mm മുതൽ 75 mm വരെ ആവാം.
75 mm വരെ കോഴ്സ് അഗ്രിഗേറ്റിന്റെ സൈസ് ആവാം. ഇപ്പൊ നമ്മള് 4.75 mm ഒരു തരിപ്പ ഉപയോഗിച്ചിട്ട് നമ്മൾ തരിക്കുകയാണ് അഗ്രിഗേറ്റിനെ. അഗ്രിഗേറ്റിന് തരിക്കുമ്പോൾ അതിൽ തങ്ങി നിൽക്കുന്നത് എത്രയായിരിക്കും? 4.75 mm ആയിരിക്കും. അതിന്റെ മുകളിലുള്ളതായിരിക്കാം. അങ്ങനെ മുകളിലുള്ളതോ അതും ഉൾപ്പെടുന്നതാണ് ഇത് കോഴ്സ് അഗ്രിഗേറ്റ്. പക്ഷെ അതിന്റെ മാക്സിമം ഗ്രെയിൻ സൈസ് എത്ര വരെ ആവാം? 75 mm വരെ ആവാം. ഓക്കെ, അതാരാണ് തീരുമാനിക്കുന്നത്? അത് നമ്മുടെ നിർമ്മാണത്തിന്റെ ആവശ്യകത അനുസരിച്ചാണ് അതിന്റെ ഗ്രെയിൻ സൈസ് തീരുമാനിക്കുന്നത്. നമുക്ക് 4.75 mm to 75 mm വരെ ഗ്രെയിൻ സൈസിന്റെ ഇടയിലുള്ള ഗ്രെയിൻ സൈസ് ഏതെല്ലാം വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ നീഡിനനുസരിച്ചാണ്. നമ്മുടെ നീഡ് ഏതാണോ അതനുസരിച്ചാണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, സാൻഡ് എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റ് ആണ്. സാൻഡ് എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റ് ആണ്. സാൻഡ് ഈസ് എ commonly used fine aggregate in RCC work. Sand is a commonly used fine aggregate in RCC work. Reinforced cement concrete ഉപയോഗിക്കുന്ന പ്രധാന ഘടകം, സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു അഗ്രിഗേറ്റ് ആണ്, ഫൈൻ അഗ്രിഗേറ്റ് ആണ് ഏത്? സാൻഡ് എന്ന് പറയുന്നത്. സാൻഡ് മേ ബി ഒബ്റ്റൈൻഡ് ഫ്രം സീ, റിവർ, ലേക്ക് ഓർ പീറ്റ്. സാൻഡ് എവിടെ നിന്നെല്ലാം നമുക്ക് ലഭിക്കും? സീയിൽ നിന്ന്, കടലിൽ നിന്ന് ലഭിക്കാം, റിവറിൽ നിന്ന് ലഭിക്കാം, ലേക്കിൽ നിന്ന് ലഭിക്കാം, അല്ലെങ്കിൽ പിറ്റിൽ നിന്ന് ലഭിക്കാം. അപ്പം കടലിലുള്ള മണല് ഉപയോഗിക്കാം, പുഴയുടെ മണൽ ഉപയോഗിക്കാം, തടാകങ്ങളിൽ ലഭിക്കുന്ന മണൽ ഉപയോഗിക്കാം, കുഴികളിൽ നിന്ന് ലഭിക്കുന്ന മണൽ ഉപയോഗിക്കാം. ഇതെല്ലാം മണൽ ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. സാൻഡ് ആസ് obtained ഫ്രം ദ above sources may be round or angular in grains. മേൽ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ലഭിക്കുന്ന സാൻഡുകൾ ഒന്നുകിൽ അതിന്റെ ഗ്രെയിൻ സൈസ് അല്ലെങ്കിൽ ഗ്രെയിൻ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ആവാം, അല്ലെങ്കിൽ ആംഗുലർ ഷേപ്പ് ആവാം. ഒന്നുകിൽ റൗണ്ട് ആവാം അല്ലെങ്കിൽ ആംഗുലർ ഷേപ്പ് ആവാം. ആംഗുലർ ഗ്രെയിൻഡ് സാൻഡ് ഹാസ് ഗുഡ് ഇന്റർലോക്കിംഗ് പ്രോപ്പർട്ടി which results in a strong mortar, while rounded grained sand does not afford sufficient interlocking in the matrix. അതായത് നമ്മുടെ മണല് റൗണ്ട് ആണെങ്കിൽ അത് എന്തുണ്ടാവില്ല? ഗ്രിപ്പ് കുറയും. അത് മാട്രിക്സില് അതിന്റെ ബൈൻഡിങ് കുറയും, കൂടുതലായിട്ട് നന്നായിട്ട് പിടിക്കത്തില്ല. അതേസമയം ഇന്റർലോക്കിംഗ് പ്രോപ്പർട്ടി കുറയും ഇതിന്, റൗണ്ടിന്. അതേസമയം ആംഗുലർ ഷേപ്പ് ആണെങ്കിൽ, ആംഗുലർ ഷേപ്പ് ആണ് ഗ്രെയിൻ ഷേപ്പ് എന്ന് പറയുന്നത് എങ്കിൽ നല്ല ഇന്റർലോക്കിംഗ് ഫെസിലിറ്റി കൂടും, ഇന്റർലോക്കിംഗ് പ്രോപ്പർട്ടി കൂടും. വിച്ച് റിസൾട്ട്സ് എ സ്ട്രോങ് മോട്ടർ, നല്ല സ്ട്രോങ് ആയിരിക്കും. അത് റൗണ്ടിനെ അപേക്ഷിച്ച് ആംഗുലർ ഷേപ്പ് ആണെങ്കിൽ, ആംഗുലർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ പല ഷേപ്പുകളിലുണ്ടാവും. അങ്ങനെ പല ഷേപ്പിലുള്ള ആംഗുലർ കോർണറുള്ള, അങ്ങനെ മൂലകളൊക്കെ ഉള്ള ഗ്രിപ്പുള്ള ഷേപ്പ് ആണെങ്കിൽ നന്നായിട്ട് മോട്ടറിൽ നല്ല പ്രോപ്പർലി എന്ത് ചെയ്യും? ഇന്റർലോക്കിംഗ് പ്രോപ്പർട്ടി കിട്ടും. അതാണ് സാൻഡിന്റെ പദ്ധ്യത. അപ്പോൾ റൗണ്ട് സാൻഡ് അല്ല നല്ലത്, ആംഗുലർ ഷേപ്പുള്ള സാൻഡുകളാണ് നല്ലത്. ഓക്കെ, നെക്സ്റ്റ് ടിംബർ. Timber. Timber denotes wood which is suitable for building or carpentry or various other engineering purposes. ടിംബർ എന്ന് പറയുന്നത് വുഡാണ്. അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ബിൽഡിങ്ങിന് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കാർപ്പൻട്രി വർക്കിന് നിങ്ങൾക്കറിയാം, ഫർണിച്ചറുകൾ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനെല്ലാം കാർപ്പൻട്രി വർക്കിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വേരിയസ് അതർ എഞ്ചിനീയറിംഗ് പർപ്പസസ് പല ആവശ്യങ്ങൾക്കും വിവിധ എഞ്ചിനീയറിംഗ് പർപ്പസിനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വുഡുകൾ അഥവാ ടിംബർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഉപയോഗങ്ങൾ നമുക്ക് കാണാം. യൂസസ് ഓഫ് ടിംബർ. ഫസ്റ്റ്, for construction purpose, such as building construction, doors, windows, ventilators, etc. അതായത് കൺസ്ട്രക്ഷൻ പർപ്പസ് പറഞ്ഞാൽ വീട് അഥവാ ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് ടിംബറുകൾ ഒരു തരത്തിൽ ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് ഡോറുകള്, വിൻഡോകള്, അതുപോലെ വെന്റിലേറ്ററുകൾ നിർമ്മിക്കാനും
ജനലുകൾ നിർമ്മിക്കാനും വാതിലുകൾ നിർമ്മിക്കാനും കട്ടിടകളൊക്കെ നിർമ്മിക്കാനൊക്കെയാണ് ബിൽഡിംഗ് പർപ്പസിന് വേണ്ടി, കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നത്? ടിമ്പർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഫോർ റെയിൽവേസ്. റെയിൽവേകളുടെ ആവശ്യത്തിന് ടിമ്പർ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. സ്ലീപ്പേഴ്സ്, ഫോർ സ്ലീപ്പേഴ്സ്. സ്ലീപ്പർ എന്ന നേരത്തെ പഠിച്ചതാണ്. റെയിൽ റോഡ് ടൈൽസ്, റെയിൽ റോഡ് ടൈൽസ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ടിമ്പർ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളില് റെയിൽവേ ട്രാക്കിൽ മൊത്തം റെയിൽ പാളം ഉറപ്പിക്കാൻ വേണ്ടി ടിമ്പറുകളാണ് ഉപയോഗിച്ചിരുന്നത്. റെയിൽ റോഡ് ടൈൽസ് അഥവാ സ്ലീപ്പേഴ്സ്. കോച്ചസ്, റെയിൽവേ കോച്ചുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് വാഗൺസ്, റെയിൽവേ വാഗൺസ് ഉണ്ടാക്കാനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ടിമ്പറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ ഫർണിച്ചർ, ഫോർ ഫർണിച്ചർ, ടേബിൾസ്, ചെയർസ്, ക്യാബിനറ്റ്സ് എക്സെട്ര. മേശകള്, കസേരകള്, അതുപോലെ കട്ടിലുകള്, ക്യാബിനറ്റുകള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ഫർണിച്ചറിന് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വുഡ് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ ഫോം വർക്ക്, ഫോർ ഫോം വർക്ക്. നമുക്കറിയാം സെൻട്രിങ്ങിന്റെ ഫോം വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ സെൻട്രിങ്, ഫോർ RCC വർക്ക്സ്, സെൻട്രിങ് ഫോർ RCC വർക്ക്സ്. നമ്മുടെ റീഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റില് നമ്മൾ RCC വർക്കില് എന്തുണ്ടാക്കണം? ഫോംസ് ഉണ്ടാക്കണം, ഫോം വർക്ക് ചെയ്യണം. പില്ലറിന്റെയും അതുപോലെ ലിൻഡലിന്റെയും മറ്റേ സ്ലാബിന്റെ എല്ലാം പലകടിക്കുന്നതെല്ലാം എന്ത് ഉപയോഗിച്ചിട്ടാണ്? വുഡ് ഉപയോഗിച്ചിട്ടാണ്. വുഡ് അല്ലാതെ മറ്റു മെറ്റീരിയൽസ് ഉപയോഗിക്കാം, പക്ഷേ അത് വുഡിന്റെ ഒരു യൂസ് ആണ്. ഓക്കെ. ഫോർ മിസലിനിയസ് ആർട്ടിക്കിൾസ്, മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി. ഏതൊക്കെയാണ് ആവശ്യങ്ങള്? ലൈക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. നമുക്കറിയാം വയലിൻ പോലുള്ള മദ്ദളം, തബല, ഏസാന ഒക്കെ മരങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ടോയ്സ്, കളിപ്പാട്ടങ്ങൾ. ഒരുപാട് കളിപ്പാട്ടങ്ങളും കൊണ്ടുണ്ട്. കുട്ടികളുടെ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും, മരവണ്ടികളൊക്കെ. ഹാൻഡ് ടൂൾസ്, അതുപോലെ തന്നെ ടൂൾസ്, കൈകൊണ്ട് ഉപയോഗിക്കുന്ന ടൂൾസിന് പിടികളൊക്കെ ഇടാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വുഡ് ഉപയോഗിക്കുന്നുണ്ട്. സ്പോർട്സ് ഗുഡ്, സ്പോർട്സ് ഗുഡ് നിങ്ങൾക്ക് അറിയാം, ക്രിക്കറ്റ് ബാറ്റ് തന്നെ ഉദാഹരണം. അതുപോലെ ഷട്ടിൽ ബാറ്റ് പോലുള്ള ഇതിനൊക്കെ സ്പോർട്സ് ഗുഡിന് എന്ത്? വുഡ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കൺസ്ട്രക്ഷൻ ഓഫ് കാർസ്, കാളവണ്ടികൾ പോലുള്ള വണ്ടികൾ, നമ്മൾ ഉന്തി കൊണ്ടുപോകുന്ന വണ്ടികളില്ല, വണ്ടികൾക്ക് വേണ്ടി, വണ്ടികൾ നിർമ്മിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? വുഡ് ഉപയോഗിക്കുന്നു. ബോട്ട്സ്, തോണി, അതുപോലുള്ള ബോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ടെമ്പററി ബ്രിഡ്ജസ്, താൽക്കാലികമായി നിർമ്മിക്കുന്ന പാലങ്ങൾ, മരപ്പാലങ്ങൾ, താൽക്കാലികമായി ഉണ്ടാക്കുന്ന പാലങ്ങളെല്ലാം മരങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ടിമ്പറിന്റെ യൂസസ് എന്ന് പറയുന്നത്. യൂസസ് ഓഫ് ടിമ്പേഴ്സ്. ഓക്കെ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് വുഡ് ഓർ ടിമ്പർ. ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ. ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ. Classification of timber or wood. First one, soft wood. Soft wood. Soft wood. Soft wood, that is pine wood or coniferous wood. Soft wood എന്ന് പറയുന്നത് പൈൻ വുഡ്, കോണിഫറസ് വുഡ് എല്ലാം സോഫ്റ്റ് വുഡുകളാണ്. പൈൻ വുഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡ്രോയിങ് ബോർഡിനൊക്കെ ഉപയോഗിക്കുന്ന വുഡാണ് പൈൻ വുഡ് എന്ന് പറയുന്നത്. അത് സോഫ്റ്റ് വുഡാണ്. പൈൻ വുഡ്, അതുപോലെ കോണിഫറസ് വുഡുകളെല്ലാം എന്താണ്? സോഫ്റ്റ് വുഡുകളാണ്. നെക്സ്റ്റ്, ഹാർഡ് വുഡ്. ഹാർഡ് വുഡ്. ഹാർഡ് വുഡ് അതായത് ലീഫ് വുഡ്, നോൺ കോണിഫറസ് വുഡ് എല്ലാം എന്താണ്? ഹാർഡ് വുഡുകളാണ്. ഹാർഡായിട്ടുള്ള വുഡുകളാണ് ലീഫ് വുഡും അതുപോലെ നോൺ കോണിഫറസ് വുഡുകളെല്ലാം ഹാർഡ് വുഡുകളാണ്. ഓക്കെ. അപ്പൊ സോഫ്റ്റ് ആയ വുഡുകളുമുണ്ട്, ഹാർഡായ വുഡുകളുണ്ട്. സോഫ്റ്റ് ആയ വുഡുകളാണ് പൈൻ വുഡ്, കോണിഫറസ് വുഡ് തുടങ്ങിയവ. അതേസമയം ഹാർഡായ വുഡുകളാണ് ലീഫ് വുഡ്, അതുപോലെ നോൺ കോണിഫറസ് വുഡ്. ഓക്കെ. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ടിമ്പർ. ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ടിമ്പർ. Qualities of good timber.
A freshly cut surface of timber should exhibit hard and shining appearance. ഒരു മരം പുതുതായിട്ട് മുറിക്കുമ്പോൾ അതിന്റെ സർഫസ് നല്ല ഹാർഡും ആയിരിക്കണം, അതുപോലെ തന്നെ നല്ല ഷൈനിങ് അപ്പിയറൻസ്, നല്ല തിളക്കമുള്ള അപ്പിയറൻസ് നൽകുന്നതുമായിരിക്കണം. The color of timber should be preferably be dark. ടിമ്പറിന്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ആണ് ഏറ്റവും നല്ല ക്വാളിറ്റി ടിമ്പർ എന്ന് പറയുന്നത്. A good timber should be free from serious defects such as knots, flaws, shakes, etc. ഒരു നല്ല ടിമ്പർ താഴെ പറയുന്ന ഡിഫക്റ്റുകൾ ഉണ്ടാകാൻ പാടില്ല. അതായത് സീരിയസ് ഡിഫക്ട്സ് ആയ നോട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, മരത്തിന്റെ കമ്പുകൾ മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കുഴികള്, ഒരു മരമാണെങ്കിൽ അതിന്റെ ഇവിടെ ഉണ്ടാകുന്ന കുഴികള്, ഇതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. നോട്ട്സ് അതുപോലെ തന്നെ ഫ്ലോസ്, ഷേക്സ്, ഇതെല്ലാം പറയുന്നത് ഫ്ലോസ്, ഷേക്സ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആണ്. ടിമ്പറിന്റെ മുകളിൽ ഉണ്ടാകുന്ന വിള്ളലുകളാണ്, ചെറിയ വിള്ളലുകളാണ്, ലോഞ്ചിറ്റ്യൂഡിലായിട്ടും ഒക്കെ ഉണ്ടാവുന്ന, അതുപോലെ ഇതിന്റെ റൗണ്ടിലൊക്കെ ഉണ്ടാവുന്ന വിള്ളലുകളാണ് ഫ്ലോസ്, ഷേക്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതൊന്നും ഉണ്ടാകാൻ പാടില്ല നല്ല ടിമ്പർ ആകുമ്പോൾ. എ ഗുഡ് ടിമ്പർ ഷുഡ് ബി ഡ്യൂറബിൾ. ഒരു ഗുഡ് ടിമ്പർ എന്ന് പറയുന്നത് ഒരുപാട് കാലം ഈട് നിൽക്കുന്നതായിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം. ഇലാസ്റ്റിസിറ്റി ഈസ് എസെൻഷ്യൽ വെൻ ഇറ്റ് ഈസ് ടു ബി യൂസ്ഡ് ഫോർ ബൗസ്, കാരേജ് ഷാഫ്റ്റ്സ്, സ്പോർട്സ് ഗുഡ്സ് എക്സെട്ര. അതായത് വില്ലുകൾ, നമ്മുടെ അമ്പും വില്ലൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് വില്ലുണ്ടാക്കാൻ, അതുപോലെ തന്നെ കാരേജിന്റെ ഷാഫ്റ്റുകൾ ഉണ്ടാക്കാൻ, അതുപോലെ സ്പോർട്സ് ഗുഡുകൾ ഉണ്ടാക്കാൻ, ഇവയെല്ലാം ഉണ്ടാക്കുന്നതിന് നല്ല പ്ലാസ്റ്റിസിറ്റി ഉള്ള ടിമ്പറുകളാണ് ആവശ്യം. ടിമ്പർ ഷുഡ് ഹാവ് സ്ട്രേറ്റ് ഫൈബേഴ്സ്. ടിമ്പറിന്റെ ഫൈബറുകൾ സ്ട്രേറ്റ് ഫൈബേഴ്സ് ആയിരിക്കണം. എ ഗുഡ് ടിമ്പർ ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഒരു നല്ല ടിമ്പർ എന്ന് പറയുന്നത് ഹീറ്റിനെ കടത്തിവിടാത്ത ബാഡ് കണ്ടക്ടർ ആയിരിക്കണം. ഹീറ്റിനെ സംബന്ധിച്ചോളം ഹീറ്റിനെ കടത്തിവിടാത്തതായിരിക്കണം. എ ഗുഡ് ടിമ്പർ ഷുഡ് ബി ഹാർഡ്. ഒരു ഗുഡ് ടിമ്പർ എന്ന് പറയുന്നത് ഹാർഡ് ആയിരിക്കണം, നല്ല ദൃഢമായതായിരിക്കണം, അല്ലെങ്കിൽ കഠിനമായതായിരിക്കണം. എ ഗുഡ് ടിമ്പർ ഷുഡ് നോട്ട് ഡിറ്റോറിയറേറ്റ് ഈസിലി ഡ്യൂ ടു മെക്കാനിക്കൽ വെയർ ആൻഡ് അബ്രാഷൻ. അതായത് മെക്കാനിക്കലായിട്ടുണ്ടാകുന്ന തേയ്മാനം, അങ്ങനെ നീക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന തേയ്മാനം, അതുപോലെ തന്നെ ഉരസൽ പോലുള്ള പോറല്, ഇതുണ്ടായാണ്ട് പെട്ടെന്ന് നശിച്ചു പോകാൻ പാടില്ല. ഇത് നല്ല ടിമ്പർ. എ ഗുഡ് ടിമ്പർ ഷുഡ് ഗീവ് ഔട്ട് എ ക്ലിയർ റിംഗിങ് സൗണ്ട് വെൻ സ്ട്രാക്ക്. രണ്ട് ടിമ്പറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി ഉള്ള റിംഗിങ് സൗണ്ട് ലഭിക്കുന്നതാണ് ഒരു ഗുഡ് ടിമ്പർ എന്ന് പറയുന്നത്. A good timber should be sufficiently strong for working as structural members such as joist, beam, rafter, etc. ഒരു നല്ല ടിമ്പർ എന്ന് പറയുന്നത് ശരിക്ക് ജോയിസ്റ്റ്, അത് നമ്മുടെ വീടിന്റെ തുലാം എന്നൊക്കെ പറയും, തുലാം, ബീം, അതുപോലെ തന്നെ കഴുക്കോല്, ഇതെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിരിക്കണം, സഫിഷ്യന്റ്ലി സ്ട്രോങ് ആയിരിക്കണം ഒരു നല്ല ടിമ്പർ എന്ന് പറയുന്നത്. Structure should be uniform. Fibers should be firmly ordered. Angle rings should be regular and they should be closely located. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കണം. ഒരു വുഡിന്റെ സ്ട്രക്ചർ യൂണിഫോം ആയിരിക്കണം. അതിന്റെ ഫൈബർ, നമുക്കറിയാം ഫൈബർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഫൈബറുകള് എന്താ നന്നായിട്ട് ഫേമിലി ആയിരിക്കണം, നന്നായിട്ട് പിടുത്തലായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ആനുവൽ റിങ്സ്, നിങ്ങൾ തേക്കിന്റെ മുകളിലൊക്കെ കാണാം ആനുവൽ റിങ്സ്. ഈ ആനുവൽ റിങ്സ് ആണ് ആനുവൽ റിങ്സ് എന്ന് പറയുന്നത്. ആനുവൽ റിങ്സ് ഷുഡ് ബി റെഗുലർ. അത് റെഗുലർ ആയിട്ട് ഇന്റർവെൽ ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ഒരേപോലെ തന്നെ വരുന്നതായിരിക്കണം. റെഗുലർ ആൻഡ് ക്ലോസ്ലി ലൊക്കേറ്റഡ്. ഇത് അടുത്തടുത്ത് ആയിരിക്കണം. ഇങ്ങനെ ദൂരെ ദൂരെ അല്ല വേണ്ട, അടുത്തടുത്ത് ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ അടുത്തടുത്ത് വരണം. അതാണ് ഒരു ഗുഡ് ടിമ്പറിന്റെ ക്വാളിറ്റി. A good timber should have low water permeability. അതായത്
വെള്ളം കുടിക്കാനും പാടില്ല നമ്മുടെ ടിമ്പർ. നേരത്തെ പറഞ്ഞ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വുഡിന് കംപ്ലൈന്റ് ഉണ്ടാകാൻ പാടില്ല. എ ഗുഡ് ടിമ്പർ ഷുഡ് ബി ടഫ്. ഹാർഡ് പോലെ തന്നെ ടഫ് ആയിരിക്കണം. ഹാർഡ് ആയിരിക്കണം, ടഫ് ആയിരിക്കണം. അതായത് കഠിനമായിരിക്കണം, ഉറപ്പുള്ളതും ആയിരിക്കണം. ടിമ്പർ വിത്ത് ഹെവി വെയിറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി സൗണ്ട് ആൻഡ് സ്ട്രോങ്. നല്ല വെയിറ്റ് ഉള്ള ടിമ്പറിനെ നമ്മൾ നല്ല സൗണ്ട് ടിമ്പറായിട്ടും അല്ലെങ്കിൽ സ്ട്രോങ് ടിമ്പറായിട്ട് പരിഗണിക്കുന്നത്, കൂടുതൽ വെയിറ്റ് ഉള്ളത്. ടിമ്പർ ഷുഡ് ബി ഈസിലി വർക്കബിൾ. ടിമ്പറിന്റെ മുകളിൽ പണിയെടുക്കാൻ വളരെ സുഖമായിരിക്കണം. അതാണ് നല്ലൊരു ടിമ്പർ എന്ന് പറയുന്നത്. ഈസിലി വർക്കബിൾ. തേക്ക് പോലുള്ള മരങ്ങളിൽ വർക്ക് ചെയ്യാനും നല്ല സുഖമാണ്. അതേസമയം ഇരുള് പോലുള്ളത് ഹാർഡാണ്, അത് പണിയെടുക്കാനും പ്രയാസമാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഈസിലി വർക്കബിൾ ആയിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതോടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ഓക്കെ.